Now, Sommerfeld theory energy, expression for the energy. Expression for energy. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. സോമർഫെൽഡ് തിയറിയിലും പൊട്ടൻഷ്യൽ എനർജിക്ക് നോ ചേഞ്ച്. ഇറ്റ് ഈസ് നോ ചേഞ്ച് സിമിലർ ആസ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിലെ അതേ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ് ഇവിടെയും കിട്ടുന്നത്. സോ ദ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നമ്മൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 1/4πε0 Q/r² എന്ന് എഴുതി, കൊണ്ടുവരുന്ന ചാർജിനെ അല്ലെ അതിനെ ഇലക്ട്രോൺ എഴുതി, ഒന്നിനെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് Z എന്ന് എഴുതി. അപ്പൊ Z²/1/4πε0r². അങ്ങനെ എഴുതി ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ഓർണം ദാറ്റ് മീൻസ് 1/4πε0 Q/r² ഇൻറ്റു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ഇതെന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ ചാർജ് ആണെങ്കിൽ, Z ആറ്റോമിക് നമ്പർ ആണെങ്കിൽ, Z ഇൻറ്റു E ഡിവൈഡഡ് ബൈ 4πε0r². That is equal to E into E². Z E² divided by 4πε0r². That is the potential energy. Potential energy total energy, kinetic energy അവിടെ നിൽക്കട്ടെ, kinetic എനർജിയും പൊട്ടൻഷ്യൽ എനർജിയോടെ കൂട്ടി കിട്ടുന്ന ടോട്ടൽ എനർജിയും that is equal to kinetic energy plus potential energy. ഇതും ബോർ ആറ്റം മോഡലിൽ ചെയ്ത സെയിം ആൻസർ ആയിരുന്നു. ബോർ ആറ്റം മോഡലിലെ ഫൈനൽ ആൻസർ എനർജിയുടെ ഇക്വേഷൻ ആയിരുന്നു m⁴ divided by 8ε0² h² into 1/n². ഓർമ്മിക്കുന്നുണ്ടല്ലോ? അപ്പം ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, ഇത് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾ എഴുതിയിടണം, അല്ല ഓർത്തിരിക്കണം. കൈനറ്റിക് എനർജിയുടെ സബ്സ്റ്റിറ്റ്യൂഷനോ അതിന്റെ ഡെറിവേഷനോ പഠിക്കാനില്ല. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്നായിരുന്നു? 12mv². അതങ്ങ് എഴുതുക. ഇനി വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ 12 × m ഇൻറ്റു, ഇപ്പൊ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു അല്ലെ, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരുന്നപ്പം ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ആറിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഫൈ എന്ന് പറയുന്ന തീറ്റാനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആറിന്റെ ടേമിൽ വെലോസിറ്റി എഴുതുമ്പോൾ dr/dt ഉണ്ടോ, വെലോസിറ്റി സ്ക്വയർ, പ്ലസ് ഫൈയുടെ ടേമിൽ വരുമ്പം r ഇൻറ്റു dφ/dt ആണ് സ്ക്വയർ. ഇത്രയൊന്നും എഴുതി വെച്ചാൽ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ എനർജി ബൈ സോമർഫെൽഡ് ആറ്റം മോഡൽ ഓർ ഇൻ സോമർഫെൽഡ് ആറ്റം മോഡൽ. The expression for the total energy is same as that obtained in Bohr atom മോഡലിലെ അതേ എനർജിയാണ് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞു ഫൈൻ സ്ട്രക്ചർ ഉണ്ടെന്നും പറഞ്ഞു അല്ലേ. ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് ഈ ബാൽമർ സീരീസിൽ കിട്ടുന്നുണ്ടായിരുന്നു, അതായിരുന്നു ഇതിന്റെ പ്രശ്നം. അപ്പൊ ഈ ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനർജി ലെവൽ മാറണം. ഇങ്ങനെ ഒരു എനർജിയുടെ ലൈനാ വരയ്ക്കണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ ഇതിന് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ n1 ഈ n2 വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനർജിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പം ദ ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് ഈസ് നോട്ട് ബൈ എനി ന്യൂ എനർജി ലെവൽ. പുതിയതായിട്ട് അവിടെ ഒരു എനർജി ലെവലും ഉണ്ടായില്ല. അപ്പം പുതിയ ഒരു എനർജി ലെവൽ ഉണ്ടായത് കൊണ്ടല്ല ഈ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടായത്. എന്നിട്ട് സോമർഫെൽഡ് പറഞ്ഞു, ആൻഡ് ഹി അസ്യൂംഡ് ദാറ്റ്, സോമർഫെൽഡ് അസ്യൂം ദാറ്റ് the fine structure
lines or the fine structure line is due to the multiplicity. Due to the multiplicity. വളരെ അത്യാവശ്യമുള്ളൊരു വാക്കാണ് കേട്ടോ. എന്താണ് മൾട്ടിപ്ലിസിറ്റി എന്നറിയാവോ? മൾട്ടിപ്ലിസിറ്റി കാരണമാണ് ഈ പറയുന്ന ഫൈൻ സ്ട്രക്ചറുകൾ എച്ച് ആൽഫ, എച്ച് ബീറ്റ, എച്ച് ഗാമ ലൈൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞു. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഒന്നിൽ കൂടുതൽ ആവർത്തിക്കുന്നത്. അതായത് നോക്കിയേ, ഒരാറ്റത്തിന് ഏതൊക്കെ സ്പിന്ന് പോസിബിൾ ആവും? ഒരാറ്റത്തിന്റെ കേസിൽ സ്പിൻ എടുക്കുവാണെങ്കിൽ ഹരിത ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട് സ്പിന്നിന്? ഹരിത സ്പിൻ ഏതൊക്കെയാ ഒരു ഇലക്ട്രോണിൽ ഒരു ആറ്റത്തിനുള്ളത്? അപ്പ് സ്പിന്നും ഉണ്ട്, ഡൗൺ സ്പിന്നും ഉണ്ട്. നിങ്ങൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചപ്പോൾ ഇങ്ങനെ ബോക്സ് ആക്കിയതല്ലേ കെമിസ്ട്രിയിൽ? ഇങ്ങനെ 1s2 2s2 ഒക്കെ വരച്ചപ്പോ 2 ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ. അപ്പൊ ഇത് എന്നതായി സാധനം? ഒരു ഇലക്ട്രോണാ. ആ ഇലക്ട്രോണിന്റെ സ്പിന്നായി ആരോ ഇട്ട് വരയ്ക്കണം. ഒരു ആരോ ഇങ്ങനെ മുകളിലോട്ട് വരച്ച തന്നെയാണ്. ഒരു സ്പിന്നിന് അപ്പ് സ്പിൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്പിന്നിന്റെ വാല്യൂ 1/2 ആയിരിക്കും. അപ്പൊ ഡൗൺ സ്പിൻ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ഇത് ചിലപ്പം ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് കറങ്ങുന്നതെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ ഇത് ഡൗൺ സ്പിൻ ആയിരിക്കും, അതിന്റെ സ്പിന്ന് 1/2. ഒരു ലെവലിൽ തന്നെയാണ്, എനർജിക്ക് വ്യത്യാസമില്ല. പക്ഷെ ഇങ്ങനെ സ്പിന്നോ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിസിറ്റി കാരണമാണ് ഈ ഫൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുന്നതെന്നാണ് സോമർഫെൽഡ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഫൈൻ സ്ട്രക്ചർ ഉണ്ടാകും. അതിനുശേഷം എലിപ്റ്റിക്കൽ ഓർബിറ്റാന്ന് പറഞ്ഞു. ആദ്യം എലിപ്റ്റിക്കൽ ഓർബിറ്റാന്ന് പറഞ്ഞു, അതിന്റെ കാരണം പറഞ്ഞു, അതിന്റെ പടം സഹിതം വിശദീകരിച്ചു. അതിനുശേഷം എനർജി കണ്ടുപിടിച്ചു. എനർജി കണ്ടുപിടിച്ചപ്പോൾ ഒന്നും മാറ്റവും വന്നില്ല. അതിനുശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞു എനർജിക്ക് വ്യത്യാസമില്ലെങ്കിൽ ഇറ്റ് മേ ബി ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്ലിസിറ്റി. ചിലപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒക്കെ എഴുതി വെച്ച് നമ്മൾ പറയാല്ലേ, എല്ലിന്റെ വാല്യൂ അസിമത്തിലാണ് -L2 +L വരെയും വേരി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പല വാല്യൂ പറയും. അപ്പം അങ്ങനെ പല സ്റ്റേജുകൾ മൂലമായിരിക്കാം ഏതെങ്കിലും മൾട്ടിപ്ലിസിറ്റി. ഒരു എക്സാമ്പിളാണ് ഞാൻ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഇപ്പൊ പറയാം. ഏതെങ്കിലും മൾട്ടിപ്ലിസിറ്റി മൂലമായിരിക്കാം ഈ സ്പെക്ട്രൽ ലൈന് സ്പ്ലിറ്റിംഗ് ഉണ്ടായത്. ഇതിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിക്കണം. 2 ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ആ ഇക്വേഷൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബൈഹാർട്ട് ചെയ്യണം. ചെറിയ ഇക്വേഷൻ അല്ല, കിട്ടുവാണെങ്കിൽ ഇക്വേഷൻ എഴുതിയാലും മതി. അപ്പൊ ഈ റിലേറ്റിവിസ്റ്റിക് തിയറി ഉണ്ടാകാൻ കാരണം എന്നാന്നാ പറഞ്ഞത്? ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യണം അല്ലേ? ദ ഇലക്ട്രോൺസ് മൂവ്സ് ത്രൂ ദ elliptical orbits and its velocity എന്നായിരുന്നു? കോൺസ്റ്റന്റ് ആണോ? and its velocity is not a constant. ഇനി നിങ്ങൾ കെപ്ലർ ലോ പഠിച്ചിട്ടില്ലേ? കെപ്ലേഴ്സിന്റെ ലോ, കെപ്ലേഴ്സ് ലോ എന്നാ? കെപ്ലറിന്റെ ലോ എന്നായിരുന്നു? ഇത് തന്നെയാണ്. ഇതേ ലോ പോലെ തന്നെ കെപ്ലർ പറഞ്ഞായിരുന്നു സൂര്യന് ചുറ്റും ആരാ? പ്ലാനറ്റുകളല്ലടോ, പ്ലാനറ്റ്സ്. അങ്ങനെയും പറയാം, പ്ലാനറ്റുകൾ. പ്ലാനറ്റിന്റെ മലയാളം എന്നാ? ഗ്രഹങ്ങൾ. എന്നാ അങ്ങനെ പറയാം. അപ്പൊ എല്ലാവരും ക്ലിയർ. ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ്. ആൻഡ് സൂര്യൻ എവിടെ ഇരിക്കും? ഇതിന്റെ ഒരു ഫോക്കസിൽ, പിന്നെ സെന്റർ, ഇതിന്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സൺ ഇരിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും പറഞ്ഞ്? സണ്ണിന്റെ സ്ഥാനത്ത് തന്നെ വരും ന്യൂക്ലിയസ് വരും. ഇവിടെ പ്ലാനറ്റിന്റെ സ്ഥലത്ത് തന്നെ വരും പ്ലാനറ്റിന്റെ സ്ഥാനത്ത് ആരാ? സോമർഫീൽഡിന്റെ ഇലക്ട്രോൺ വരും. ഇത് വരച്ചു വെച്ചേക്കല്ലോ കേട്ടോ.
സണ്ണും പ്ലാനറ്റും ഞാൻ ആ തിയറി പറയാൻ പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ രണ്ടാമൊരു ലോ ഇങ്ങനെ പഠിപ്പിച്ചായിരുന്നു എന്നാൽ ഇവിടെ ഒരു ഏരിയ സെപ്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു തുല്യ സമയത്തുള്ള ഏരിയ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ ആ തുല്യ സമയ വ്യത്യാസത്തിന് ഇവിടെ കറങ്ങുന്ന അതേ ഏരിയ ആയിരിക്കും ഇവിടുത്തെ ഏരിയ. സെയിം ഏരിയ കവർ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാകും, രണ്ടാമത്തെ പോയിന്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, സെയിം ഏരിയ പോണെങ്കിൽ ഇവിടെ സ്പീഡ് കൂടി കറങ്ങണോ ഇവിടെ സ്പീഡ് കൂടി കറങ്ങണോ? ഇങ്ങോട്ടുള്ള ദൂരം കുറവല്ലേ. ഈ ഏരിയ കൂടുതലാവണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വരണമെങ്കിൽ ഈ വശത്തോടെ കറങ്ങുന്നതിന് ഒന്നും എടുക്കും. ഈ വശത്ത് കറങ്ങുമ്പോഴാണോ അതോ സൂര്യനോട് ചേർന്ന വശത്ത് കറങ്ങുമ്പോഴാണോ അല്ലെങ്കിൽ ന്യൂക്ലിയസിനോട് ചേർന്ന് കറങ്ങുമ്പോഴാണോ ഇലക്ട്രോൺ കൂടുതൽ സ്പീഡിൽ കറങ്ങേണ്ടത്? ഇവിടെ വരുമ്പം കൂടുതൽ സ്പീഡിൽ കറങ്ങിയാലേ കൂടുതൽ ഏരിയ എന്നുവെച്ചാൽ ഇവിടെ എങ്ങനെ ഏരിയ കറങ്ങുമ്പോൾ ഈ ഏരിയ എടുക്കുമ്പോൾ ഇത്രയും നീളം ഉണ്ടല്ലേ. സോ ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫീലിയൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. HELION. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഞാൻ പറഞ്ഞ അഫീലിയൻ. APHELION. സോമർഫെൽഡ് പറഞ്ഞു the atom revolving around the nucleus in an elliptical orbit എന്നാ പറഞ്ഞു? The electron has maximum velocity at the perihelion region of the ellipse. And it has minimum velocity at the aphelion region. And it has minimum velocity at the aphelion region. നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് ഈ വെലോസിറ്റി മാറുമെന്ന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ കറങ്ങുമ്പോഴത്തേന് ഇതിന്റെ എന്നാ പറയണേ, ഈ ന്യൂക്ലിയസിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ കറങ്ങുമ്പോഴത്തേന് വെലോസിറ്റി കോൺസ്റ്റന്റ് ഇല്ല. അതുകൊണ്ട് മാസിനൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ അദ്ദേഹം കുറച്ചുകൂടി സോമർഫെൽഡ് തിയറി പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്നടുത്താണ് കൂടുതൽ, ഇന്നടുത്താണ് കുറവ്. ഇവിടെ ന്യൂക്ലിയസിനോട് ചേർന്നുള്ള റീജിയൻ, ദ റീജിയൻ ക്ലോസ് ടു ദ ന്യൂക്ലിയസ്, അതിനാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. വെയർ ദ വെലോസിറ്റി ഈസ് മാക്സിമം. ഞാനിങ്ങനെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? പറഞ്ഞു വിടുന്നതിന്റെ കൂടെ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എഴുതാമല്ലോ. അപ്പോൾ വായിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് എഴുതാനത്ര ക്ലാരിറ്റി ഇല്ലായിരിക്കും. സോ ദ റീജിയൻ ക്ലോസ് ടു ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് പെരിഹീലിയൻ. അകന്നുള്ളത് ആന്ന് ഓർത്താൽ മതി. ആന്ന് എഴുതുമ്പോൾ ഒത്തലാണല്ലോ തുടങ്ങണേ. അകന്നുള്ളത് എന്ന് എഴുതി വെച്ചേക്കില്ല കേട്ടോ. അത് അഫീലിയൻ. അഫീലിയനിൽ സ്പീഡ് കുറവായിരിക്കും, അടുത്ത് സ്പീഡ് കൂടുതലായിരിക്കും. ഇനി ഡ്യൂ ടു ദിസ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി, അതാണ് അതിന്റെ തിയറി. അങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന കാരണം ഡ്യൂ ടു ദിസ് വേരിയേഷൻ ഇൻ വെലോസിറ്റി, the mass of the electron is varied. The mass of the electron is varied. എന്നിട്ട് അദ്ദേഹം റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ എഴുതി. അതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. 1/r is equal to 1 plus epsilon cos psi phi.
ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ. പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കുക. ഇതിനകത്ത് ഈ സൈഡ് വാല്യൂ തന്നിരുന്നത് സൈ സ്ക്വയറിന്റെ ടൈമിലാണ്. വേർ സൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇസഡ് ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ, ഇതിന് മാത്രമേ ഡിവൈഡ് ബൈ ഉള്ളൂ, 16 പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ പി സ്ക്വയർ സി സ്ക്വയർ. സർ ഹലോ. ഹലോ സർ, ആ ഡ്യൂ ടു ദിസ് വേരിയേഷൻ തൊട്ടൊന്ന് പറയാവോ? ഡ്യൂ ടു ദിസ് വേരിയേഷൻ ഇൻ വെലോസിറ്റി, ആ വെലോസിറ്റിയിൽ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് വേരിഡ്. അങ്ങനെ ഇലക്ട്രോണിന്റെ സ്പീഡിൽ വ്യത്യാസം വന്നതുകൊണ്ട് അതിന്റെ മാസും വ്യത്യാസപ്പെട്ടു. ക്ലിയർ അല്ലേ? എൻ്റെ ബുക്കിന്റെ ഒരു പേജിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് അയക്കട്ടെ. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാവോ? നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി ഇപ്പൊ തന്നെ വാട്സപ്പിൽ കയറാൻ പറ്റുമോ? പറ്റും സർ. അന്ന് ഞാൻ ഒരു പേജ് ഇപ്പൊ ഒന്ന് വാട്സപ്പിൽ അയച്ചു. അതായത് ഞാൻ കുറച്ച് വൃത്തിയായിട്ടാണ് എഴുതിയിരിക്കണേ. വാക്കുകൾ ഇപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ പോലെ ആ കുട്ടി ടി യു ഐ യു അങ്ങനെ എഴുതിയ എനിക്ക് എച്ചായിട്ടാണ് തോന്നുന്നത്. ഫസ്റ്റ് പേജ് മുഴുവൻ കൂടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് MSc SN sorry. By this equation, the electrons moves in a rosette path. ROSETTE. അത് കേട്ടിട്ടുണ്ടോ? റോസെറ്റ് സ്ട്രക്ചർ ഇല്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ റോസെറ്റ്? ഇല്ല സാർ. അതായത് അതിനെ വിളിക്കുന്നത് പ്രോഗ്രസിംഗ് എലിപ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്നായിരിക്കും? പ്രോഗ്രസിംഗ് എലിപ്സ്. ഇപ്പൊ ഒരു കൃത്യമായ ഒരു പോയിന്റിൽ നിന്ന് ഒരു എലിപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവിടുന്ന് ഒരു എലിപ്സ് ക്ലോക്ക്വൈസ് ആന്റി ക്ലോക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു പോയിന്റ് വന്നു, അതിലേ പോയി തിരിച്ച് ആ പോയിന്റ് ഉണ്ട്, തിരിച്ച് ആ പോയിന്റ് തന്നെ പോയേച്ച് തിരിച്ച് അതിലൂടെ തന്നെ വേറൊരു പോയിന്റ് വന്നു. കണ്ടോ? ഇവിടെ സെക്കൻഡ് പോയിന്റ് വന്ന് തിരിച്ച് അതിലേക്ക് ഇറങ്ങി ഈ പോയിന്റ് തന്നെ കയറി വീണ്ടും തിരിച്ച് ഈ എലിപ്സ് ഇവിടെ ഒരു പോയിന്റ് വന്നു. കണ്ടോ? അതിങ്ങനെ ഈ പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പം ഒരു സർക്കിൾ കിട്ടും നമുക്ക്. ഈ ഔട്ട്ലൈനുകളില്ലേ, അതായത് ഈ പ്രോഗ്രസിങ് എലിപ്സ് ഇതിലേ വന്ന് ഇതിലേ കയറി ഇതിലേ വന്ന് ഇതിലേ ഇറങ്ങി ഇതിലേ കയറി ഇതിലേ തിരിച്ച് വരുമ്പം ഈ പോയിന്റ് മുട്ടി ഈ പോയിന്റ് മുട്ടി ഈ പോയിന്റ് മുട്ടി. ഇതൊരു പർട്ടിക്കുലർ അകലായിരിക്കും. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഡെൽറ്റ ഫൈ ആണെന്നിരിക്കട്ടെ, ആ ഫൈ ആണ് ആ ഇക്വേഷനിൽ കാണിച്ച ഫൈ. ആ ഫൈ വ്യത്യാസത്തിൽ എല്ലായിടത്തും ഇതിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പഴയ ഈ ശാസ്ത്രപഥത്തിന്റെ അതിൻ്റെ ഒരെണ്ണത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് കണ്ടത്? നിങ്ങൾ ഇത്ര എണ്ണം വരച്ചാൽ മതി കേട്ടോ, ഇത്തിരി വരച്ച് കാണിക്കണ്ട പരീക്ഷിക്കാണല്ലോ. സോ the path of the electron is similar as the rosette structure or the progressing ellipse by this relativistic model. Okay, then by this relativistic model the total energy, അതായത് ഈ പ്രോഗ്രസിംഗ് എലിപ്സിൽ കറങ്ങുവാണെങ്കിൽ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ E is equal to m(e raised to 4 z square divided by 8 epsilon 0 square h square n square minus തീർന്നില്ല കേട്ടോ, m(e raised to 4 z square alpha square divided by 8 epsilon 0 square h square into n by n5 minus 3/4 all raised to
1/4. ഇക്വേഷൻ അവിടെ കിടന്നോട്ടെ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതിനകത്തൊരു കോൺസ്റ്റന്റിന്റെ കാര്യം ആൽഫ. ഈ ആൽഫയുടെ വാല്യൂ അദ്ദേഹം ചെയ്തു E²/2 ε0 C × H. ആ ചെയ്തപ്പം അപ്രോക്സിമേറ്റ്ലി 1/137 കിട്ടി. ഇത്രയാണ് പറഞ്ഞു വെച്ച് അദ്ദേഹം റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ അതിന്റെ തിയറി ക്ലോസ് ചെയ്തു. ഈ ഇക്വേഷൻ പഠിക്കാൻ വളരെ പ്രയാസമുണ്ടായിരിക്കും അല്ലേ? പറഞ്ഞില്ലേ? അവസാനം ഇദ്ദേഹം കണ്ടുപിടിച്ച് ആൽഫ = 1/137 എന്ന് പറഞ്ഞ വാല്യൂ. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇവിടെ സ്പീഡ് കുറഞ്ഞും ഇവിടെ സ്പീഡ് കൂടിയാ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഇലക്ട്രോൺ കറങ്ങുന്നത് ഈ അപ്രോക്സിമേറ്റ്ലി 1/137 ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അദ്ദേഹം പറഞ്ഞു. ആ കോൺസ്റ്റന്റാണ് പിന്നീട് അദ്ദേഹം ആൽഫ = 1/137 ഇക്വേഷൻ വഴി പ്രൂവ് ചെയ്തെടുത്തത്. ഇതിന്റെ ഈ ഇക്വേഷന്റെ ഫസ്റ്റ് ടേം ഏതായിരുന്നു? ടോട്ടൽ എനർജി. ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ nth ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. ബൈ ഏതാണ്? ബൈ ബോർസ് മോഡൽ അല്ലേ? ഇപ്പൊ കണ്ടോ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതിനകത്ത് ഈ ഒരു കറക്ഷനോടെ വന്നപ്പോഴാണ് അത് ഏത് മോഡലായി മാറുന്നത്? റിലേറ്റിവിസ്റ്റിക് മോഡലായി മാറുന്നത്. അതിൽ ഈ ആൽഫ എന്ന് പറഞ്ഞ ഈ വാല്യൂ ആണ് നമ്മളുടെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. ഇപ്പൊ എല്ലാം കൃത്യമായില്ലേ? എസ് ചോദിച്ചാൽ ഏത് രീതിച്ചാലും ഇങ്ങനെ അങ്ങ് ഒരു കഥ പോലെ അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് എ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതിന് ഡയമെൻഷൻ ഒന്നുമില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ ലൈക്ക് സ്ട്രക്ചർ. ഞാൻ വേണം ഒന്നുകൂടെ പറയാം. ബോറായിരുന്നു ആദ്യം പറഞ്ഞത്. ബോറിന്റെ അനുസരിച്ച് നമുക്കറിയാം സർക്കിളാണ്, കറങ്ങും, പക്ഷെ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അങ്ങനെ സ്റ്റെബിലിറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഹൈഡ്രജൻ ആറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തു. ലൈമൻ, ബാൽമർ, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അതിനകത്ത് ബാൽമർ സീരീസിലെ H ആൽഫയും H ബീറ്റയും H ഗാമയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ കൊണ്ട് അദ്ദേഹത്തിന് ഫെയിൽ ഔട്ടായി. അപ്പൊ സോമർഫീൽഡ് പറഞ്ഞു ഇങ്ങനെ ഒരു ഫൈൻ സ്ട്രക്ചർ ഉണ്ട്. ഇനി അതെങ്ങനെയാണ്? അവിടെ ശരിക്കും പറഞ്ഞാൽ ബോർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി. ദാറ്റ് ഈസ് ഓൺലി വാലിഡ് ഇൻ ദ കേസ് ഓഫ് എ സർക്കുലർ ഓർബിറ്റ്. സർക്കുലർ ഓർബിറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. എനർജി സെയിം ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ എഴുതി വന്നു കഴിഞ്ഞപ്പം ഇവിടെ അദ്ദേഹം അബ്സ്യൂം ചെയ്ത് എലിപ്സിന്റെ ആണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിൽ AB ആവുകയും N5 N ആവുകയും ചെയ്യുമ്പം എലിപ്റ്റിക്കൽ ഓർബിറ്റ് തന്നെ സർക്കുലർ ഓർബിറ്റ് ആയിക്കോളും. എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ കറങ്ങി കഴിയുമ്പം പലയിടത്തും പല വെലോസിറ്റിയാണ്. അതുകൊണ്ട് റിലേറ്റിവിസ്റ്റിക് ആയിട്ട് മാസിന് വേരിയേഷൻ വരും. കുറച്ചുകൂടി വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു അകന്നുള്ള അഫീലിയൻ റീജിയന് വെലോസിറ്റി കുറവാണ്. അത് അപ്രോക്സിമേറ്റ്ലി 1/137 C ആണ്. പെരിഹീലിയൻ റീജിയനിൽ സ്പീഡ് അല്പം കൂടുതലാണ്. അത് വെച്ച് ടോട്ടൽ എനർജി കറക്റ്റ് ചെയ്തു വന്നപ്പം ഒരു ആൽഫ എന്ന് പറഞ്ഞ ടേം കിട്ടി. ആൽഫയുടെ ടേം 1/137 ആണ്. അതിന് മുമ്പത്തെ ടേം എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആറ്റമുള്ള ടേം തന്നെയായിരുന്നു. ഈ ആൽഫാനെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. ആൽഫ ക്വാണ്ടിറ്റി തിയറി ചെയ്തു വരുമ്പം കിട്ടുന്നത് കൊണ്ടാണ് ആ ഒരു ആൽഫ ഫൈൻ സ്ട്രക്ചർ ഫാക്ടർ കൊണ്ടാണ് ഈ ബാൽമർ സീരീസിൽ H ആൽഫ, H ബീറ്റ, H ഗാമ എന്ന ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്.